നമ്മൾ 100 ദിവസം കൊണ്ട് 100 ഇംഗ്ലീഷ് പാഠങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പദ്ധതി അല്ലേ. അതിൻ്റെ അകത്ത് 4ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതാണ് നമ്മൾ നിത്യജീവിതത്തിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ് വാക്യങ്ങൾ, മലയാളം വാക്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങളൊരു ഡയറിയിൽ എഴുതുക, അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, എല്ലാ ദിവസവും ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത്. അതായത് നീ എന്നാടിക്കും അവിടെ നമ്മൾ ചോദിക്കാറില്ലേ, വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താടിക്കാണ് അവിടെ, വാട്ട് ആർ യു ഡൂയിങ് ദേർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. അല്ലെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ്, പത്രം വായിക്കാനാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എ ന്യൂസ് പേപ്പർ ഈസ് ബീങ് റെഡ്, പത്രം വായിക്കണം. ഞാനെന്ന് പറഞ്ഞില്ല, പത്രം വായിക്കണം. എ ന്യൂസ് പേപ്പർ ഈസ് ബീങ് റെഡ്. അല്ലെങ്കിൽ ഐ ആം റീഡിങ് എ ന്യൂസ് പേപ്പർ എന്ന് പറയാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എന്താണ് എ ന്യൂസ് പേപ്പർ ഈസ് ബീങ് റെഡ് എന്ന്, അങ്ങനെ ആരും പറയാറില്ല. അതാണ് എന്ത്, പാസീവ് വോയിസ്. അതായത് നമ്മൾ ഈ നേരത്തെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല, എന്താണ് രാമൻ പാമ്പിനെ കൊന്നു, പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഞാൻ അന്ന് അത് പഠിക്കുന്ന സമയത്ത് ഓർത്ത് എന്തിനാണ് ഈ പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ. സത്യത്തിൽ അതാണ് പാസീവ് വോയിസ്. അത് ഒരു ആവശ്യമില്ല. നമ്മൾ നിത്യജീവിതത്തിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആക്റ്റീവ് വോയിസ്. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നേരെ പറയും അല്ലേ, വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് എവിടെയാണ് ഈ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നതെന്നൊരു സംശയം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ 2 ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുറകിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് പാസീവ് വോയിസ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ചാപ്റ്ററും കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര ഒന്നും കൺഫ്യൂഷനിലേക്ക് പോകുന്നില്ല അല്ലേ. എ ന്യൂസ് പേപ്പർ ഈസ് ബീങ് റെഡ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളെന്താണ് പറഞ്ഞത്, ഐ ആം റീഡിങ് എ ന്യൂസ് പേപ്പർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടെന്നുള്ളത് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല, എന്തിനാണ് അങ്ങനെ നമ്മൾ പഠിച്ചതെന്നുള്ളത് അല്ലേ. ഇപ്പോൾ ആർക്കെങ്കിലും അത് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ നീ എന്നാ എടുക്കണം, വാട്ട് ആർ യു ഡൂയിങ്, ഐ ആം റീഡിങ് എ ന്യൂസ് പേപ്പർ, ഐ ആം റീഡിങ് എ ന്യൂസ് പേപ്പർ. നീ എന്താണാവോ ഈ കുടിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല അല്ലെ, നീ എന്താ കുടിക്കുന്നത്, വാട്ട് ആർ യു ഡ്രിങ്കിങ്. ഇനിയിപ്പോൾ ഡ്രിങ്കിങ്ങിനേക്കാളും നല്ലത് നമ്മൾ പറഞ്ഞു കുടിക്കുക കഴിക്കുക എന്നുള്ളതിന് നമുക്ക് എന്താണ് ഹാവ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ഇപ്പോഴും നീ എന്താണ് കുടിക്കുന്നതെന്നല്ലേ ചോദിച്ചത്, വാട്ട് ആർ യു ഹാവിങ് എന്ന് നമുക്ക് വയ്ക്കും. വാട്ട് ആർ യു ഹാവിങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഷീ ഹാവിങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഷീ ഡ്രിങ്കിങ്. ഡ്രിങ്കിങ്ങിനേക്കാളും നല്ലത് എന്താണ് ഹാവ് ഉപയോഗിക്കുക. വാട്ട് ആർ യു ഹാവിങ്, വാട്ട് ഈസ് ഷീ ഹാവിങ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇനിയിപ്പം എന്താണ് ഈ ഹാവ് എന്നുള്ളതിന് ഓൺ ചെയ്യുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന് നമ്മൾ ഇന്നലത്തെ അല്ലേ 3ാമത്തെ ദിവസത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ് അല്ലേ. അത് ഓൺ, ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ട്, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കും. പക്ഷേ ഹാവിങ്, വാട്ട് ആർ യു ഹാവിങ്, അവിടെ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, വാട്ട് ആർ യു ഹാവ് എന്ന് ഉള്ള ആ ING ചേർത്ത് ഹാവ് പറയുന്നത് കഴിക്കുക എന്നുള്ളതിന് മാത്രമാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഐ എം ഹാവിങ് എ കാർ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ, അത് ശരിയല്ലേ. ഐ ഹാവ് എ കാർ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ. അവൾക്കൊരു കാറുണ്ട്, ഷീ ഈസ് ഹാവിങ് എ കാർ അല്ല, ഷീ ഹാസ് എ കാർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. നിൻ്റെ അമ്മാവൻ എന്തായി കുടിക്കുന്നത്, അമ്മാവനോട് മാറി നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്താ അല്ലേ. വാട്ട് ഈസ് യുവർ അങ്കിൾ ഹാവിങ്, വാട്ട് ഈസ് യുവർ അങ്കിൾ ഹാവിങ്. അപ്പോഴാണ് നീ ഉദ്ദേശിച്ച സാധനമൊന്നുമല്ല, അങ്കിൾ അവിടെ നിന്ന് വെറും കാപ്പ് കുടിക്കുകയാണ്. മൈ അങ്കിൾ ഈസ് ഹാവിങ് സം കോഫി. വാട്ട് ഈസ് യുവർ അങ്കിൾ ഹാവിങ്, വാട്ട്സ് യുവർ അങ്കിൾ ഹാവിങ്, മൈ അങ്കിൾ ഈസ് ഹാവിങ് സം കോഫി. ഈ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ദസ്, ഈ ദസ് നമുക്ക് എവിടെ ഉപയോഗിക്കുന്നുള്ളത്. എനിക്ക് ഈ വള വേണം, ഐ വാണ്ട് ദിസ് ബാംഗിൾ, ഐ വാണ്ട് ദിസ് ബാംഗിൾ, എനിക്ക് ഈ വള വേണം, ഈ അതാണ് ഈ എന്നുള്ളതാണ് ദസ്, ഐ വാണ്ട് ദിസ് ബാംഗിൾ. ഇങ്ങനെ ചോദിക്കത്തില്ലേ, അല്ല ഇങ്ങനെ പറയത്തില്ലേ, ഐ വാണ്ട് ദിസ് ബ്രേസ്ലെറ്റ് എന്ന് പറയത്തില്ലേ. ഇപ്പോൾ വളയ്ക്ക് നമുക്ക് ബാംഗിളിനും പറയാം ബ്രേസ്ലെറ്റിനും പറയാം. അപ്പോൾ ഇതിനുള്ള വ്യത്യാസം ഇതാണ്. ഈ വട്ടത്തിലിരിക്കുന്നത് മെറ്റൽ വെച്ചുണ്ടാക്കിയത് നമ്മൾ അതിന് ബാംഗിൾ എന്ന് പറയുന്നത്, മെറ്റൽ വെച്ച് മാത്രം ഉണ്ടാക്കിയത് അതിനാണ് ബാംഗിൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പലരും ഫാഷനൊക്കെ അല്ലെങ്കിൽ പല നമ്മുടെ എന്താ ട്രെൻഡ് മാറുന്നല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ മെറ്റൽ വെച്ച് വട്ടത്തിൽ മാത്രമൊന്നുമല്ല, ഇങ്ങനെ ചതുരത്തിലൊക്കെ എന്നിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിനെ കല്ല് പിടിപ്പിക്കുക. ഇനിയിപ്പോൾ വട്ടത്തിൽ പകുതി കാണും, പിന്നെ അതിൻ്റെ അറ്റത്ത് ചിലപ്പോൾ വള്ളിയായിരിക്കും, അങ്ങനെയൊക്കെ ഒത്തിരി സ്റ്റൈലിൽ ഇപ്പോൾ വരുന്നുണ്ടല്ലേ. അതിന് നമ്മൾ എന്ത് പറയാം, ബ്രേസ്ലെറ്റ്. ഓക്കെ, അതാണ് ബ്രേസ്ലെറ്റ്. അപ്പോൾ ബാംഗിൾ എന്താണ്, നമ്മൾ മെറ്റലിൻ്റെ സാധാരണ ഒരു വള, കൃത്യമായിട്ടുള്ള ഒരു വളയ്ക്കാണ് എന്ത് പറഞ്ഞാൽ ബാംഗിൾ. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഐ വോണ്ട് ദിസ് ബാംഗിൾ, സ്വർണ്ണക്കട ചെന്നിട്ടല്ലേ, ഐ വോണ്ട് ദിസ് ബാംഗിൾ. ഇനി ഇത് എന്നുള്ളതിന് ദിസ് വൺ എന്ന് പറയും. ദിസ് വൺ, ഇത് എനിക്കിത് വേണം, ഐ വാണ്ട് ദിസ് വൺ.
ആ സ്വർണ്ണക്കട തന്നെ നിന്നല്ലേ എനിക്കിത് വേണം, എനിക്ക് നമ്മൾ ഐ വാണ്ട് ദിസ് വൺ, ഐ വാണ്ട് ദിസ് വൺ. ഇനി പുതിയത് നമുക്ക് എന്ത് പറയാം, പുതിയതെന്ന് നമുക്ക് പല രീതി അല്ലേ, പുതിയ ബ്രെഡാണ് അല്ലെങ്കിൽ പുതിയ കാറാണ്, അങ്ങനെ പല അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പുതിയത് നമുക്ക് ന്യൂ എന്ന് പറയാം, ഫ്രഷ് എന്ന് പറയാം, ന്യൂ വൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രഷ് വൺ എന്ന് പറയാം. അപ്പോൾ ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഒരു ഉദാഹരണം കൊണ്ട് നോക്കാം. ഇത് ഒരു പുതിയ കാറാണ്, അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായാലേ, ന്യൂ ആണ്. ദിസ് ഈസ് എ ന്യൂ കാർ, ദിസ് ഈസ് എ ന്യൂ കാർ. ഇതൊരു പുതിയ കാറാണ്, ദിസ് ഈസ് എ ന്യൂ കാർ. ബേക്കറിക്കാരൻ നമ്മളോട് ഇത് പുതിയ റൊട്ടിയാണ് അല്ലേ, എപ്പോഴും നമുക്ക് പഴയതാണ് കിട്ടുന്നത്. ദിസ് ഈസ് എ ഫ്രഷ് ബ്രെഡ്, ദിസ് ഈസ് എ ഫ്രഷ് ബ്രെഡ്, ദിസ് ഈസ് എ ഫ്രഷ് ബ്രെഡ്. ഈ മുട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുതിയതാകട്ടെ, പുതിയ മുട്ടയാണ്. ദീസ് ആർ ഫ്രഷ് എഗ്സ്, ദീസ് ആർ ഫ്രഷ് എഗ്സ്. ദിസ് ഈസ് എ ഫ്രഷ് ബ്രെഡ്, ദീസ് ആർ ഫ്രഷ് എഗ്സ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്താണ് നമ്മൾ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ ഫ്രഷാണ് ഉപയോഗിക്കുന്നത് അല്ലേ, അവിടെ ന്യൂ അല്ല ഉപയോഗിക്കുന്നത്. ദിസ് എ ന്യൂ ബ്രെഡ് എന്ന് പറയത്തില്ല, ദിസ് എ ഫ്രഷ് ബ്രെഡ്. ഇനി ഇതൊരു പഴയ റേഡിയോ ആണ്, എന്താ അവിടെ നമ്മൾ എന്താണ് ഓൾഡ് അല്ലേ, ദിസ് ഇസ് എൻ ഓൾഡ് റേഡിയോ, ദിസ് ഈസ് എൻ ഓൾഡ് റേഡിയോ. ഇനിയിപ്പോഴും നമ്മൾ സംസാര ഭാഷയിൽ ഈ റേഡിയോ പഴയതാണ് എന്ന് പറയാറില്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ദിസ് റേഡിയോ ഈസ് എൻ ഓൾഡ് വൺ, ദിസ് റേഡിയോ ഈസ് എൻ ഓൾഡ് വൺ. ഒന്നുകൂടെ പറയാം, ദിസ് റേഡിയോ ഈസ് എൻ ഓൾഡ് വൺ. ഇതൊരു നല്ല ഷർട്ടാണ്, എങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇതൊരു നല്ല ടീഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ദിസ് ഈസ് എ നൈസ് ടീഷർട്ട്, ദിസ് ഈസ് എ നൈസ് ടീഷർട്ട്. അത്ര നൈസ് ഒന്നും അല്ലേ, അല്ലെങ്കിൽ ദിസ് ഈസ് എ നൈസ് ഷർട്ട്. ഈ ഷർട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ പല രീതിയിൽ പറയാം അല്ലേ, ദിസ് ഷർട്ട് ഈസ് എ നൈസ് വൺ, ദിസ് ഷർട്ട് ഈസ് എ നൈസ് വൺ, ദിസ് ഈസ് എ നൈസ് ഷർട്ട്, ദിസ് ഷർട്ട് ഈസ് എ നൈസ് വൺ. ഇനിയിപ്പോഴും നമുക്ക് ഈ രണ്ടാമത്തെ രീതിയിൽ ഈ ഷർട്ട് നല്ലതാണ് എന്നുള്ളതിന് ഇതൊരു നല്ല ഷർട്ടാണ് എന്ന് പറഞ്ഞാലും ഒരുപോലെ അല്ലേ. എപ്പോഴും നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് പഠിച്ചാൽ ദിസ് എ നൈസ് ഷർട്ട് അങ്ങനെ പഠിച്ചാൽ നമ്മൾ സിമ്പിളായിട്ടുള്ളത് പഠിക്കുക. അതിന് ശേഷം നമുക്ക് വ്യത്യാസം വരുത്തി പഠിക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ ഉപയോഗിക്കാം, ദിസ് എ നൈസ് ഷർട്ട്. ഇതൊരു പുതിയ ഷർട്ടാണോ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലേ, എൻ്റെ ഈ ടീഷർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഇരിക്കാം, ഈസ് ദിസ് ടീഷർട്ട് എ ന്യൂ വൺ. നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ ഒരു സംശയം ഉണ്ടല്ലേ, ഇത് നല്ല ഇറച്ചിയാണോ, പുതിയതാണോ? ഈസ് ദാറ്റ് ഫ്രഷ് മീറ്റ്, അല്ല ഇങ്ങനെ ചോദിക്കാം, ഈസ് ദിസ് ഫ്രഷ് മീറ്റ്. ഇനി വേറെ രീതിയിൽ ചോദിക്കാം, ഈസ് ദാറ്റ് എ ഫ്രഷ് മീറ്റ്, അതൊരു പുതിയ പാർത്ത ഇറച്ചിയാണോ? ഈസ് ദാറ്റ് എ ഫ്രഷ് മീറ്റ്. അപ്പോൾ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫ്രഷ് എന്നാണ് അല്ലേ, ന്യൂ നമ്മൾ ഉപയോഗിക്കാറില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഈസ് ദാറ്റ് ഫ്രഷ് മീറ്റ്. ഇനി പഴയത് എന്നുള്ളതിന് നമുക്ക് ഓൾഡ് എന്ന് പറയാം, സ്റ്റൈൽ എന്ന് പറയാം. ഇപ്പോൾ ഫുഡ് നമ്മൾ സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത് പഴയതിന്. ഇത് പഴയ റൊട്ടിയാണ്, ദിസ് ബ്രെഡ് ഈസ് സ്റ്റൈൽ, ദിസ് ബ്രെഡ് ഈസ് സ്റ്റൈൽ. നമുക്ക് ഒന്നുകൂടെ പറയാം, ദിസ് ബ്രെഡ് ഈസ് സ്റ്റൈൽ. അപ്പോൾ നമുക്ക് ബേക്കറിക്കാരനോട് പറയാം, അയ്യോ ഇത് പഴയ റൊട്ടിയാണ്, ദിസ് ബ്രെഡ് ഈസ് സ്റ്റൈൽ, ദിസ് ബ്രെഡ് ഈസ് സ്റ്റൈൽ. അപ്പോൾ ഇതൊരു പഴയ കാറാണ് എന്നങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ അവിടെ നമുക്ക് ഓൾഡ് ഉപയോഗിക്കാം അല്ലേ, ദിസ് ഇസ് എൻ ഓൾഡ് കാർ, ദിസ് ഇസ് എൻ ഓൾഡ് കാർ. ഇനി നമുക്ക് ഇതൊരു പഴയ കാർ ആണോ എന്ന് നമുക്ക് അങ്ങനെ ചോദിക്കാം, ഈസ് ദിസ് ആൻ ഓൾഡ് കാർ, ഈസ് ദിസ് ആൻ ഓൾഡ് കാർ. നമ്മുടെ കൂട്ടുകാരൻ നമ്മളോട്, എടാ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ, ഹായ് ഷാൽ വി ഗോ ടു എ മൂവി, ഷാൽ വി ഗോ ടു മൂവി. പിന്നെ എപ്പോഴാ, ഷുവർ വാട്ട് ടൈം ഷാൽ വി ഗോ, ഷുവർ വാട്ട് ടൈം ഷാൽ വി ഗോ. ഇവിടെ ഈ വി വന്നതുകൊണ്ട് നമ്മൾ ഷാൽ ഉപയോഗിച്ചാൽ, അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറയും, നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെല്ലുന്നു, അപ്പോൾ അവിടെ അധ്യാപകനുണ്ട്, അപ്പോൾ നമുക്ക് എങ്ങനെ മേ കമിൻ എന്ന് ചോദിക്കാം. പക്ഷേ നമ്മൾ 3-4 പേര് കൂടി ഒന്നിച്ച്, അപ്പോൾ നമ്മൾ മിക്കപ്പോഴും അങ്ങനെ ആയിരിക്കില്ല, താമസിച്ചൊക്കെ ചിലപ്പോൾ 4-5 പേര് ഒന്നിച്ചാവും, നമ്മളോട് ഞങ്ങൾ അതോട് കയറിക്കോട്ടെ, ഷാൽ വി കമിൻ പ്ലീസ്, ഷാൽ വി കമിൻ പ്ലീസ്. 2 മണിക്ക് പോയാലോ, ഈസ് 2 o'clock ഓക്കെ, ഈസ് 2 o'clock ഓക്കെ, ഷുവർ. നമുക്ക് ലുലു മോളിൽ ഇപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാം, എങ്ങനെ പറയാം, ലെറ്റ്സ് ഗോ ആൻഡ് ബൈ സം ഐസ്ക്രീം ഫ്രം ലുലു മോൾ, ലെറ്റ്സ് ഗോ ആൻഡ് ബൈ സം ഐസ്ക്രീം ഫ്രം ലുലു മോൾ. നിനക്ക് ഇറച്ചി വേണോ മീൻ വേണോ, ഡു യു വാണ്ട് മീറ്റ് ഓർ ഫിഷ്, ഡു യു വാണ്ട് മീറ്റ് ഓർ ഫിഷ്. എനിക്കൊന്നും വേണ്ട, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. നിനക്ക് കാപ്പി വേണോ അതോ നാരങ്ങാവെള്ളം വേണോ, നമ്മൾ സാധാരണ ആരും വരുമ്പോൾ ചോദിക്കുന്നില്ലേ, കാപ്പി കൊടുക്കണോ അതോ നാരങ്ങാവെള്ളം വേണോ. ഡു യു വാണ്ട് കോഫി ഓർ ലൈം ജ്യൂസ്, അവിടെ ഒരു പ്ലീസും കൂടെ വേണം അല്ലേ, ഡു യു വാണ്ട് കോഫി ഓർ ലൈം ജ്യൂസ് പ്ലീസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നാരങ്ങ വെള്ളം, നാരങ്ങ ലൈം, വെള്ളം വാട്ടർ. അപ്പോൾ ലൈം വാട്ടർ എന്ന് പറയാമല്ലോ, ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന് ചുണ്ണാമ്പ് വെള്ളം എന്നാണ് അല്ലേ. അപ്പോൾ ചുണ്ണാമ്പ് വെള്ളം അല്ലല്ലോ നമ്മൾ ചോദിച്ചത് എന്താണ്, നാരങ്ങ വെള്ളം, അതിന് ലൈം ജ്യൂസ്. ഓക്കെ, നമുക്കൊന്ന് ചോദിക്കാം, ഡു യു വാണ്ട് കോഫി ഓർ ലൈം ജ്യൂസ് പ്ലീസ്. ഇനി നമ്മൾ മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ ഫ്രണ്ട് ജോമേ നിനക്ക് എന്താ കാപ്പി വേണോ അതോ ചായ വേണം, ജോം ഡു യു വാണ്ട് കോഫി ഓർ ടീ പ്ലീസ്, ഡു യു വാണ്ട് കോഫി ഓർ ടീ പ്ലീസ്. ഇനി നിനക്ക് വീഡിയോ ആണോ സിഗരറ്റ് ആണോ വേണ്ടത്,
അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ, ഡു യു വോണ്ട് ബീഡി ഓർ സിഗരറ്റ്? അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബീഡിയുടെ ഇംഗ്ലീഷ് എന്താണ്, അതാണ് ഒരു പ്രശ്നം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഞാൻ ചോദിക്കുന്നത് ഡു യു വോണ്ട് ബീഡി ഓർ സിഗരറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ ബീഡിക്ക് നമുക്ക് വേണമെങ്കിൽ ബീഡി എന്ന് തന്നെ പറയാം. ഇനി ഇപ്പോൾ ആരും ചോദിക്കാം അത് എന്താണ് ബീഡി എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എ നേറ്റീവ് ഇന്ത്യൻ സിഗരറ്റ് മെയ്ഡ് ഓഫ് സ്മോൾ റോൾഡ് അപ്പ് ടൊബാക്കോ ലീഫ്. അപ്പോൾ ഈ റോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറുക്കാന്ന് പറഞ്ഞത്, അപ്പോൾ തെറുത്തെടുത്ത അല്ലേ, ചുരുട്ടിയെടുത്ത അതിനാണ് ആ ഇന്ത്യൻ സിഗരറ്റാണ്, അതിനാണ് ബീഡി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സത്യത്തിൽ അതൊരു സിഗരറ്റാണ് അല്ലേ. സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ചുരുട്ടിയെടുത്തിരിക്കുന്നത്, അതിനാണ് സിഗരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം. ഇനിയിപ്പോൾ ഇത് വലിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് ഇത് ബീഡി എന്താണെന്നുള്ളത് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.